ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ 3 വർഷത്തെ അബ്രോഡുള്ള പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലുന്നു. എന്നാൽ അപ്പോ അവന്റെ കൂടെ മറ്റൊരു പെണ്ണിനെ അവള് കാണുന്നു. എന്നാൽ അവനാണെങ്കിൽ അത് അവന്റെ ഫ്രണ്ടാണ് എന്നാണ് ഇവളോട് പറയുന്നത്. പക്ഷെ അവന്റെ അമ്മയ്ക്കൊന്നും ഹീറോയിൻ തിരിച്ചു വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മറ്റേ പെണ്ണ് ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റിന്റെ മകളാണ്. എന്നാൽ ഇവൾ ഒരു സാധാരണക്കാരിയും അതേപോലെ തന്നെ അനാഥയുമാണ്. പക്ഷെ ഇവൻ അവളെ അവരുടെ മുന്നിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. കാരണം ഇവളുടെ പേരിലുള്ള ഒരു വീട് കൈക്കലാക്കാൻ വേണ്ടി. പക്ഷെ അവൾ അതൊന്നും അറിയാതെ ഇവനെ ഒരുപാട് വിശ്വസിക്കുന്നു. എന്നാൽ ഇവന്റെ ഫാമിലി മുഴുവൻ ഇവൾ ആ പഴയ പെൺകുട്ടിയാണ് എന്നറിയുമ്പോൾ ഇവളെ ഒരുപാട് അപമാനിക്കുന്നു. ഇവളുടെ ബോയ് ഫ്രണ്ട് അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ നിന്റെ വീട് എന്റെ പേർക്ക് എഴുതി തന്ന് അത് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നു. അവളും അതൊക്കെ വിശ്വസിച്ച് അവളുടെ വീട് ഇവന്റെ പേർക്ക് എഴുതി കൊടുക്കുന്നു. അപ്പോ തന്നെ അവൻ ഇവളെ ബ്രേക്കപ്പും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവളൊരു കോടീശ്വരിയാണ്. എന്നാൽ ഇവന്റെ മുന്നിൽ ഒരു സാധാരണക്കാരിയായിട്ടാണ് നിൽക്കുന്നത്. ഇവളുടെ പഠിത്തം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവളുടെ അച്ഛൻ 400 ബില്യൺ വരുന്ന സ്വത്താണ് ഇവളുടെ പേർക്ക് എഴുതി വെച്ചത്. അതെല്ലാം റിവീൽ ചെയ്യാനായിട്ട് ഇവൾ വരുമ്പോഴാണ് ഇവളുടെ ബോയ് ഫ്രണ്ടിനെയും ഫാമിലിയുടെയൊക്കെ യഥാർത്ഥ മുഖം ഇവള് തിരിച്ചറിയുന്നത്.